ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയി നോട്ട് മേടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കയ്യിൽ നോട്ട്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ടിരിക്കാൻ. നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ റീപ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രോമസോം. എന്താണ് ഒരു ക്രോമസോം? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ക്രോമസോം എന്ന് പറഞ്ഞാൽ അത് DNA ഇരിക്കുന്ന ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ് ക്രോമസോം. DNA നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയലാണ്. DNA തന്നെയാണ് ജീനുകളായിട്ട് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജനിതക വസ്തുവായ ജനറ്റിക് മെറ്റീരിയലായ DNA ഇരിക്കുന്ന ഫിസിക്കൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമസോം എന്ന് പറയുന്നത്. ഈ ക്രോമസോമുകളുടെ പ്രത്യേകത, ഓരോ ജീവിയിലും ഓരോ ചെടിയിലും ക്രോമസോമുകളുടെ എണ്ണം ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റം വരില്ല. ഉദാഹരണത്തിന് മനുഷ്യരിലെ ക്രോമസോമിൻ്റെ എണ്ണം 46ആണ്. എല്ലാ മനുഷ്യരിലും 46 ക്രോമസോം ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തുള്ള വേറെ ഒരു ജീവിക്കും 46 ക്രോമസോം അതിൻ്റെ കോശത്തിൽ ഉണ്ടായിരിക്കില്ല. ക്രോമസോം കാണുന്നത് കോശത്തിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കോശത്തിൻ്റെ സെല്ലിൽ ന്യൂക്ലിയസിനകത്താണ് ഈ ക്രോമസോമുകൾ കാണുന്നത്. ഇനിയും ഈ ക്രോമസോമുകൾ ജീവികളുടെ ശരീരത്തിൽ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ സെറ്റായിട്ടാണ് കാണുന്നത് നമ്മൾ പഠിച്ചു. ഒരു സെല്ലിൽ ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളെങ്കിൽ അത്തരം സെല്ലുകളെ ഹാപ്ലോയിഡ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഒരു സെല്ലിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സെല്ലുകൾ ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറയുന്നു. ഇനിയും ഒരു സെല്ലിൽ 2 സെറ്റ് ക്രോമസോം ഉണ്ടെങ്കിൽ അത്തരം സെല്ലുകളെ ഡിപ്ലോയിഡ് സെല്ലുകൾ എന്ന് പറയുന്നു. ഇനി 3 സെറ്റ് ക്രോമസോം ഉള്ള സെല്ലുകളാണെങ്കിൽ ട്രിപ്ലോയിഡ് എന്ന് പറയാം. ട്രിപ്ലോയിഡ്. 3ൽ കൂടുതൽ സെറ്റ് ക്രോമസോമുകളാണ് ഒരു സെല്ലിലുള്ളതെങ്കിൽ അത്തരം സെല്ലിനെ പോളിപ്ലോയിഡ് എന്ന് പറയും. പോളിപ്ലോയിഡ് 3ൽ കൂടുതൽ സെറ്റുകളുള്ള സെല്ലുകളാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഈ സെറ്റിനകത്തും ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സെറ്റ് ഉള്ളത് ഹാപ്ലോയിഡ്, 2 സെറ്റ് ഉള്ളത് ഡിപ്ലോയിഡ്, 3 സെറ്റ് ഉള്ളത് ട്രിപ്ലോയിഡ്, 3ൽ കൂടുതൽ സെറ്റുകൾ ഉള്ളത് പോളിപ്ലോയിഡ്. ഇനിയും ഒരു സെറ്റിലുള്ള ക്രോമസോമുകളുടെ എണ്ണവും ഓരോ ജീവിയിലും ഫിക്സഡ് ആയിരിക്കും. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഹയർ ഓർഗാനിസംസ്, ഹയർ പ്ലാന്റ്സ്, ഇതിൻ്റെ എല്ലാം കോശങ്ങൾ ഡിപ്ലോയിഡ് ആണ്. അതായത് 2 സെറ്റ് ക്രോമസോം ഉണ്ട്. മനുഷ്യൻ്റെ കാര്യം ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ നമ്മളിലൊക്കെ ആകെ നമ്മൾ പഠിച്ചു 46 ക്രോമസോമുകളാണുള്ളത്. ഈ 46 ക്രോമസോമുകൾ 2 സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. 23 ക്രോമസോമുള്ള ആദ്യത്തെ സെറ്റ്, 23 ക്രോമസോമുള്ള രണ്ടാമത്തെ സെറ്റ്. അപ്പൊ 2 സെറ്റ് ക്രോമസോം നമ്മളിലുള്ളത് കൊണ്ട് നമ്മളുടെ സെല്ലുകൾ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഇതേപോലെ നമ്മൾ ഈ വർഷം പഠിക്കുന്ന പ്ലാന്റ്സും ഹയർ പ്ലാന്റ്സ് ആണ്. അതിൻ്റെയും സെല്ലുകളിൽ 2 സെറ്റ് ക്രോമസോമുകൾ ഉണ്ട്, അതായത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശവിഭജനം. സെൽ ഡിവിഷൻ 2 തരത്തിലാണുള്ളത്. ആദ്യത്തേത് മൈറ്റോസിസ്, രണ്ടാമത്തേത് മിയോസിസ്. മൈറ്റോസിസ് എന്ന് പറയുന്ന കോശവിഭജന രീതിയിൽ ഒരു സെല്ലിന് അല്ലെങ്കിൽ പേരന്റ് സെല്ലിന് ഡിവിഷൻ നടന്നാൽ 2 സെല്ലുകളാണ് ഉണ്ടാകുന്നത്. ഈ 2 സെല്ലുകളുടെയും ക്രോമസോമുകളുടെ എണ്ണം
പേരന്റ് സെല്ലിന്റെ അതേ ക്രോമസോമിന്റെ എണ്ണം തന്നെ ആയിരിക്കും. അതായത് ഉദാഹരണത്തിന് നമ്മളുടെ ഒരു സെല്ല്, അതായത് 23 പെയർ അല്ലെങ്കിൽ 46 ക്രോമസോം ഉള്ള നമ്മളുടെ ഒരു സെല്ലിന് മൈറ്റോസിസ് നടന്നാൽ പുതിയതായിട്ട് 2 സെല്ലുകൾ ഉണ്ടാകും. ആ 2 സെല്ലുകളുടെയും ക്രോമസോമിന്റെ എണ്ണം 23 പെയർ അല്ലെങ്കിൽ 46 തന്നെയായിരിക്കും. സാധാരണ മൈറ്റോസിസ് എന്ന് പറയുന്ന രീതിയിലുള്ള കോശവിഭജനം നടക്കുന്നത് റിപ്പയർ നടത്താനും ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലുകളുടെ എണ്ണം കൂട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയും വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് മൈറ്റോസിസ് നടക്കുന്നത്. ക്രോമസോമിന്റെ എണ്ണത്തിന് മാറ്റം വരാത്ത തരത്തിലുള്ള കോശവിഭജന രീതിയാണ് മൈറ്റോസിസ്. രണ്ടാമത്തെ തരം കോശവിഭജന രീതിയാണ് മിയോസിസ് എന്ന് പറയും. ഈ മിയോസിസിന് മറ്റൊരു പേരും കൂടിയുണ്ട്, റിഡക്ഷൻ ഡിവിഷൻ. ഇപ്പൊ മിയോസിസ് അവിടെ നടക്കുന്നത് 2 സ്റ്റേജുകളായിട്ടാണ്. ആദ്യത്തെ സ്റ്റേജ് മിയോസിസ് 1 എന്ന് പറയും, രണ്ടാമത്തെ സ്റ്റേജ് മിയോസിസ് 2 എന്നും പറയും. മിയോസിസ് 1-ല് ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 2 സെൽ ഉണ്ടാവും. മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ഒരു സെല്ല് ഡിവൈഡ് ചെയ്താൽ 2 സെല്ലുകളായിട്ട് മാറും. ഈ 2 സെല്ലുകളുടെയും ക്രോമസോമിന്റെ എണ്ണം പേരന്റ് സെല്ലിന്റെ ക്രോമസോമിന്റെ എണ്ണത്തിന് പകുതിയായിരിക്കും. അപ്പൊ 2 സെല്ലുകൾ ഉണ്ടായല്ലോ. ഈ 2 സെല്ലുകളിൽ ക്രോമസോമിന്റെ എണ്ണം പകുതിയായിരിക്കും എന്ന് പറഞ്ഞു. ആ 2 സെല്ലുകളും വീണ്ടും ഡിവൈഡ് ചെയ്ത് അതേപോലെയുള്ള 2 സെല്ലുകൾ ഉണ്ടാകും. അതാണ് മിയോസിസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മിയോസിസ് 1-ഉം മിയോസിസ് 2-ഉം കഴിയുമ്പോഴേക്ക് ഒരു പേരന്റ് സെല്ലിൽ നിന്ന് 4 പുതിയ സെല്ലുകൾ അല്ലെങ്കിൽ ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകും. ഈ 4 സെല്ലുകളുടെയും ക്രോമസോമിന്റെ എണ്ണം എന്തായിരിക്കും? പേരന്റ് സെല്ലിന്റെ ക്രോമസോമിന്റെ എണ്ണത്തിന് പകുതിയായിരിക്കും. ഇനിയും പുതിയതായിട്ട് നമ്മൾ ഒരു ടേമും കൂടി ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സെല്ലിനാണോ മിയോസിസ് നടക്കുന്നത് ആ സെല്ലിനൊരു പേര് പറയും, മിയോസൈറ്റ്. ഇപ്പൊ മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സെൽ ടു വിച്ച് മിയോസിസ് ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് മിയോസൈറ്റ്. ഏത് സെല്ലിനാണോ മിയോസിസ് നടക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ്. നമ്മളുടെ കേസിൽ മിയോസിസ് നടന്നാൽ എങ്ങനെയായിരിക്കും പുതിയതായിട്ടുണ്ടാകുന്ന സെല്ലുകളുടെ ക്രോമസോമിന്റെ എണ്ണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ സെല്ലില് 46 ക്രോമസോം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള 46 ക്രോമസോം ഉള്ള നമ്മളുടെ ഒരു സെല്ലിന് മിയോസിസ് നടന്നാൽ 4 സെല്ലുകൾ പുതിയതായിട്ടുണ്ടാകും. ഈ 4 സെല്ലുകളുടെയും ക്രോമസോമിന്റെ എണ്ണം എത്രയായിരിക്കും? 23 ആയിരിക്കും. അതായത് ഒരു സെറ്റ് ആയിരിക്കും, അതായത് ഹാപ്ലോയിഡ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിന് മിയോസിസ് നടന്നാൽ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം മിയോസിസ് എന്ന് പറയുന്ന കോശവിഭജന രീതി നടക്കുന്നത് ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഗ്യാമീറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റീപ്രൊഡക്ഷന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെ തന്നെയാണ് ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സെല്ല് മുമ്പുണ്ടായിരുന്ന ഒരു സെല്ലിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെൽ തിയറി ഈ വർഷത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ചതുമാണ്, അല്ലേ? അപ്പോൾ ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നതും എങ്ങനെ തന്നെയാണ്? ജീവിയിലുള്ള സെല്ലുകൾക്ക് സെൽ ഡിവിഷൻ നടന്നിട്ട് തന്നെയാണ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുക. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഹയർ ഓർഗാനിസംസിലും പ്ലാന്റ്സിലും എല്ലാം ഞാൻ പറഞ്ഞു സെല്ലുകൾ ഡിപ്ലോയിഡ് ആണ്. ഗ്യാമീറ്റ്സ് എന്തായിരിക്കണം എന്ന് പറഞ്ഞു? ഹാപ്ലോയിഡ് ആയിരിക്കണം. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾക്ക് അല്ലെങ്കിൽ മിയോസൈറ്റുകൾക്ക് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാണ്? മിയോസിസ് ആണ്. ഒരു കാര്യവും കൂടി ശ്രദ്ധാപൂർവം ഓർത്തിരിക്കണം. എത്തരം പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ കേസിലാണ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുമ്പോൾ മിയോസിസ് നടക്കുന്നത്? എത്തരം പ്ലാന്റ്സിലും ആനിമൽസിലുമാ? അവയുടെ സെല്ല് ഡിപ്ലോയിഡ് ആണെങ്കിൽ മാത്രം.
എല്ലാ ജീവികളിലും ഗാമീറ്റ്സ് ഹാപ്ലോയിഡ് ആയിരിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡിപ്ലോയിഡ് സെൽസോടുകൂടിയ ജീവികളിൽ മാത്രമായിരിക്കും ഗാമീറ്റ്സ് ഉണ്ടാകുന്നതിന് വേണ്ടി മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടക്കുന്നത്. കാരണം അവിടെയാണ് ക്രോമസോമിന്റെ എണ്ണം പകുതിയായി കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ തൽക്കാലം ബേസിക്സ് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മളുടെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഈ ചാപ്റ്ററിൽ ജനറലായിട്ട് റീപ്രൊഡക്ഷനെ പറ്റി, പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ബാധകമായിട്ടുള്ള റീപ്രൊഡക്ഷനെ പറ്റി ജനറലൈസ്ഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറയുന്നത് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാൻ ഈസ് ദി പീരീഡ് ഓഫ് ടൈം ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഇവിടെ പറയുന്നു ലൈഫ് സ്പാൻ ഈസ് ദി പീരീഡ് ഓഫ് ടൈം ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ പ്രകൃത്യാലുള്ള ജനനം മുതൽ മരണം വരെയുള്ള സമയം അല്ലെങ്കിൽ കാലഘട്ടത്തെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ആക്സിഡന്റ് വഴിയൊക്കെ വരുന്ന ഡെത്ത് അല്ലെ അസുഖം വഴിയുള്ള ഡെത്ത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാച്ചുറലായിട്ട് ഒരു ജീവി കുറെ കഴിയുമ്പോൾ മരിക്കും. അത് എത്ര കാലം വരെ ഓരോ ജീവിയും മാക്സിമം ജീവിച്ചിരിക്കും, അതാണ് ലൈഫ് സ്പാൻ. ഓക്കെ, ഇനി ഓരോ ജീവികളുടെയും അല്ലെങ്കിൽ കുറെ ജീവികളുടെ ലൈഫ് സ്പാൻ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. മേ ഫ്ലൈ 1 day, ബട്ടർഫ്ലൈ 1 to 2 weeks, വീറ്റ് പ്ലാന്റ് 6 months, crow 15 years, crocodile 60 years, man 100 years, parrot 140 years, tortoise 100 to 150 years, banyan tree 200 years. ഇത് നോക്കിയാൽ ലൈഫ് സ്പാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആകും. ജീവികളുടെ സൈസും ലൈഫ് സ്പാനുമായിട്ട് ഒരു ബന്ധമില്ല. അതൊന്ന് നോക്കിക്കേ. ക്രോക്കഡൈൽ 60 വർഷം ആയുസുണ്ട് അല്ലേ. മനുഷ്യന് 100 വർഷവും പാരറ്റിനോ 140 വർഷം. മനുഷ്യനും തത്തയും പാരറ്റും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. മനുഷ്യനേക്കാൾ എത്രയോ ചെറിയ ഒരു പക്ഷിയാണ് അല്ലേ പാരറ്റ്. മനുഷ്യന് 100 വർഷം വരെ ആയുസുള്ളെങ്കിൽ പാരറ്റിന് 140 വർഷം വരെ ആയുസുണ്ട്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ലൈഫ് സ്പാനും ജീവിയുടെ സൈസുമായിട്ട് ബന്ധമൊന്നുമില്ല. വലിയ ജീവിയാണെന്ന് വെച്ച് ലൈഫ് സ്പാൻ കൂടണമെന്നില്ല, ചെറിയ ജീവിയാണെന്ന് വെച്ച് ലൈഫ് സ്പാൻ കുറയണമെന്നും ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെയും ഡെഫിനിഷൻ. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും 2 പേരൻസ് ഇൻവോൾവ് ആയിരിക്കും, ഒരു മെയിൽ പേരൻറ്റും ഒരു ഫീമെയിൽ പേരൻറ്റും. അപ്പോൾ 2 പേരൻസ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ രീതിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് 2 പേരൻസ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ ഒറ്റ പേരൻ്റേ അവിടെ ഉണ്ടായിരിക്കുന്നു. സോ ഇൻ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എ സിംഗിൾ പേരന്റ് ഈസ് ഇൻവോൾവ്. ക്ലിയർ ആയല്ലോ? ഇനി മറ്റൊരു ഫീച്ചർ നോക്കിയാൽ, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നോക്കിയാൽ മെയിൽ ഓർഗാനിസത്തിൽ മെയിൽ ഗാമീറ്റ് ഉണ്ടാകും, ഫീമെയിൽ ഓർഗാനിസത്തിന് ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകും. സോ മെയിൽ ഗാമീറ്റ്സ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ആർ ഫോംഡ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ദെൻ ദീസ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ്. ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു അല്ലേ, എവിടെ? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ. എന്നാൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ there is no formation of gametes. ഗാമീറ്റ്സ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ ഗാമെറ്റിക് ഫ്യൂഷനും ഇല്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യസ്തത ഉണ്ടാകും. സോ
ഓഫ്സ്പ്രിങ്സ് ഫോംഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ മേ എക്സ്ഹിബിറ്റ് വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാകുന്നു സ്വഭാവങ്ങളിൽ. എന്നാലോ ഓർഗാനിസംസ് ഫോംഡ് ബൈ asexual reproduction are identical to their parents. They are similar to their parents. അതായത് ജനിതകപരമായി asexual റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ ഒരേപോലെ ആയിരിക്കും. So organisms formed by asexual reproduction are genetically similar and organisms formed by sexual reproduction are genetically dissimilar. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി നമ്മൾ അടുത്ത ഒരു ടേമിലേക്ക് കടക്കുകയാണ്, ക്ലോൺ. ഈ വർഷത്തെ സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് എ ക്ലോൺ? ക്ലോൺ എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ഫോംഡ് ബൈ asexual reproduction. കാണാമല്ലോ നോട്ടില്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ഫോംഡ് ബൈ asexual reproduction. asexual reproduction വഴി ഒരു പേരന്റിന് ഉണ്ടാകുന്ന ബാഹ്യഘടനയിൽ അല്ലെങ്കിൽ മോർഫോളജിക്കലിയും ജനിതക ഘടനയിൽ അല്ലെങ്കിൽ ജനറ്റിക്കലിയും ഒരേപോലെയുള്ള സന്താനങ്ങളുടെ കൂട്ടത്തെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലോണിൽ ഉള്ള എല്ലാ ജീവികളുടെയും പേരന്റ് ഒന്നായിരിക്കും. ആ പേരന്റിന് asexual റീപ്രൊഡക്ഷൻ നടന്നിട്ടായിരിക്കും ആ ജീവികൾ ഉണ്ടാകുന്നത്. ആ ജീവികളെല്ലാം തന്നെ ആ പേരന്റുമായി ജനിതക ഘടനയിലും അതുപോലെ തന്നെ ബാഹ്യഘടനയിലും ഒരേപോലെ ആയിരിക്കുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ഫോംഡ് ഫ്രം എ പേരന്റ് by asexual reproduction is called a clone. ക്ലിയർ ആയല്ലോ? ഇനിയും നമ്മളിനിയും ജനറലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചില asexual റീപ്രൊഡക്ഷൻ്റെ ചില രീതികളെ പറ്റിയാണ്. ഇത് നിങ്ങൾക്ക് ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ഉദാഹരണത്തിന് ഇവിടെ പറയുന്നു, ബൈനറി ഫിഷൻ ഇൻ അമീബ. അമീബയിൽ നടക്കുന്ന asexual റീപ്രൊഡക്ഷൻ രീതിയാണ്. അവിടെ വലതുവശത്ത് ഡയഗ്രം കൊടുത്തിട്ട് നോക്കിയാൽ അറിയാം. ഇവിടെ എന്തോ നടക്കുന്നത്? ഒരു അമീബ ഡിവൈഡ് ചെയ്ത് 2 അമീബയായിട്ട് മാറുന്നു. സെൽ ഡിവിഷൻ തന്നെയാണ് അവിടെ റീപ്രൊഡക്ഷനും asexual റീപ്രൊഡക്ഷൻ. അപ്പോൾ ഒരു അമീബ ഗ്രാജുവലി ഡിവൈഡ് ചെയ്ത് 2 അമീബയായിട്ട് മാറുന്നു. അവിടെയാണ് ബൈനറി ഫിഷൻ നടക്കുന്നത്. സോ ബൈനറി ഫിഷൻ എന്താ നടക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ പേരന്റ് സെൽ ഡിവൈഡ്സ് ഇൻടു 2 halves and each grows into an adult. പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് 2 ആകുന്നു. ഈ 2ആയ ഓരോ സെല്ലും വളർന്ന് ഓരോ പുതിയ ജീവിയായിട്ട് മാറും. ഇതാണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ നടക്കുന്ന ജീവിക്ക് ഉദാഹരണമാണ് അമീബ. രണ്ടാമത് പറയുന്നു ബഡ്ഡിങ് ഇൻ ഈസ്റ്റ് സെൽ. ഈസ്റ്റിലായാലും താഴെ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രയിലായാലും ബഡ്ഡിങ് തന്നെയാണ് നടക്കുന്നത്. അതായത് ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ ഔട്ട്ഗ്രോത്ത് ബഡ് ഉണ്ടാകുന്നു. ആ ബഡ് കുറച്ച് വളർന്നതിന് ശേഷം അത് ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് അടർന്നു മാറി പുതിയ ഒരു ജീവിയായിട്ടത് വളർന്ന് മാറും. എന്താണ്? പേരന്റ് സെൽ പ്രൊഡ്യൂസസ് ലാറ്ററൽ ബഡ്സ്. ലാറ്ററൽ ബഡ്സ് മീൻസ് അതിൻ്റെ ശരീരത്തിൻ്റെ സൈഡിലേക്ക് ഉണ്ടാകുന്നതെന്നുള്ള അർത്ഥമാണ്. ബഡ് ഉണ്ടാകും. ലേറ്റർ ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് ഗ്രോസ് ഇൻ ടു ആൻ അഡൽറ്റ്. അത് പിന്നീട് ആ സെല്ലിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു അഡൽറ്റായിട്ട് വളർന്ന് മാറുന്നു. അപ്പോൾ പേരന്റ് സെൽ പ്രൊഡ്യൂസസ് ലാറ്ററൽ ബഡ്സ്. Later these lateral buds get separated from the parent cell and develops into an adult organism. ഇതാണ് ബഡ്ഡിങ്. അപ്പോൾ ഇവിടെ ബഡ്ഡിങ്ങിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സെല്ലിലെ ബഡിൻ്റെ
ഫോർമേഷൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രയിലെ ബഡിൻ്റെയും ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാംസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിപ്പോണം. ഇതൊന്നും വരയ്ക്കാൻ ചോദിക്കത്തില്ല, പക്ഷേ ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതിന് ശേഷം അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, ആദ്യത്തെ പേജിലേക്കൊന്ന് പോക്കേ. ആദ്യത്തെ പേജിലേക്ക് നോക്കിയാൽ ഫസ്റ്റ് പേജിൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ചില സ്പോറുകളുടെ പേരാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പോർസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? എന്താണ് സ്പോർ? എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ജീവികളുടെ ശരീരത്തിലുണ്ടാകുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് സ്പോർസ് എന്ന് പറയുന്നത്. ഈ സ്പോർസ് ജീവിയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അതിന് പറ്റിയ ഒരു സ്ഥലത്ത് ചെന്ന് വീണാൽ അവിടെ കിടന്നത് കിളിച്ച് പുതിയൊരു ജീവിയായിട്ട് മാറും. സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഈ സ്പോറുകൾ പലതരത്തിലുള്ളത് കൊണ്ട് ചിലതിന് സ്വയം ചലിക്കാനുള്ള കഴിവുണ്ട്, ചിലതിന് സ്വയം ചലിക്കാനുള്ള കഴിവില്ല, ഇനിയും ചിലതിൻ്റെ ഷേപ്പിന് മാറ്റമുണ്ട് അല്ലേ? ചിലതുണ്ടാകുന്ന രീതിക്ക് മാറ്റമുണ്ട്. ഇത്തരം മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് സ്പോറുകൾ പലതരത്തിലുണ്ട്. അത്തരം പലതരത്തിൽപ്പെട്ട സ്പോറുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സൂസ്പോർസ്, കൊണീഡിയ എന്നൊക്കെ പറയുന്നത് പലതരം സ്പോറുകളാണ്. സൂസ്പോർസ് ഉണ്ടാകുന്ന ഒരു ജീവിയുടെ പേരാണ് ക്ലാമിഡോമോണാസ്. കൊണീഡിയ ഉണ്ടാകുന്ന ഒരു ജീവിയാണ് പെൻസിലിയം. ജെമ്യൂൾ എന്ന് പറയുന്ന ഒരു എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നതാണ് സ്പോഞ്ച്. താഴെ ജെമ്യൂൾസ് ഇൻ സ്പോഞ്ചസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതും ഇതേപോലെ തന്നെയാണ് ജെമ്യൂൾ എന്ന് പറയുന്നത്. ജെമ്മ കപ്പ് എന്ന് പറയുന്ന ചെറിയൊരു കപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ, അതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ബഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഈ ജെമ്യൂൾ എന്ന് പറയുന്നത്. അത് വളർന്ന് പിന്നീട് പുതിയൊരു ജീവിയായിട്ട് മാറും. ബഡ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഹൈഡ്രയിലും ഈസ്റ്റിലുമൊക്കെ ബഡുകൾ വഴിയുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ഇത് പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചോണം. സൂസ്പോർസ് ക്ലാമിഡോമോണാസിൽ, കൊണീഡിയ പെൻസിലിയത്തിൽ, ജെമ്യൂൾസ് സ്പോഞ്ചസിൽ, ബഡ്സ് ഹൈഡ്രയിലും ഈസ്റ്റിലും. അതിൻ്റെ സൂസ്പോർസിൻ്റെയും കൊണീഡിയയുടെയും ബഡിൻ്റെയും ജെമ്യൂളിൻ്റെയും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും നോട്ട്സിലുണ്ട്. അത് നോക്കിക്കോണം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് എക്സാമിന് ഈ ഡയഗ്രാം, പ്രിൻ്റഡ് ഡയഗ്രാം കാണിച്ചിട്ട് അതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇനിയും നമ്മൾ മൂന്നാമത്തെ പേജിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പേജിൽ പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അറിയാൻ വയ്യാത്തവർ വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് എഴുതിയിട്ടോണം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ റീപ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് സാധാരണഗതിയിൽ ബന്ധമില്ലാത്ത ഭാഗങ്ങളായിട്ടുള്ള സ്റ്റെമ്മോ ലീഫോ റൂട്ടോ ഒക്കെ വളർന്ന് പുതിയ ജീവി ഉണ്ടാകുന്ന രീതി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ചെടിയുടെ തണ്ട് മുറിച്ച് നടുക, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മുറിച്ച് അത് പുതിയ ചെടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലീഫിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അതിലും ഒരു പേരൻ്റ് അല്ലേ ഇൻവോൾവ് ആയിട്ടുള്ളൂ അല്ലേ? ഒരു ചെടിയുടെ തണ്ടല്ലേ നമ്മൾ എടുത്ത് നടുക? അതെ. അപ്പോൾ അതും എന്ത് തന്നെയാണ് എന്നോർത്തോണം, ഒരു തരം എസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതി തന്നെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഗുണങ്ങൾ? ഒന്ന്, ഗുഡ് മെത്തേഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സീഡ്ലെസ് പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സീഡ്സ് ആർ ഓൾവേസ് ഫോംഡ് ആഫ്റ്റർ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷന് ശേഷം ചെടികളിൽ ഉണ്ടാകുന്നതാണ് സീഡ്സ്. അപ്പോൾ സീഡ്ലെസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ
ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ അതിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സീഡ്സ് ഉണ്ടാവില്ല, അല്ലേ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇതുവഴി ഉണ്ടാകുന്ന സന്താനങ്ങൾ പേരൻസിന് 100% ജനിതകപരമായും ബാഹ്യഘടനയിലും സിമിലറായി, അല്ലേ? അപ്പോൾ പേരൻസിന് ഉള്ള മെച്ചപ്പെട്ട ഗുണങ്ങളെല്ലാം ആർക്കും ഉണ്ടാകുമെന്നർത്ഥം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കും ഉണ്ടാകും. പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യസ്തയുടെ രൂപത്തിൽ ഈ പേരൻസിന് ഉള്ള ചില നല്ല ഗുണങ്ങളൊക്കെ ചിലപ്പോൾ സന്താനങ്ങൾക്ക് ലഭ്യമാകാതെ പോകാം, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ചെടി നല്ല ഒരു ചെടിയാണ്, അത് നല്ല ഫലപുഷ്ടിയുള്ള ചെടിയാണ്, നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയാണ്. ആ ചെടിയെ നമ്മൾ പേരൻ്റായിട്ട് എടുത്ത് അതിൻ്റെ ഒരു വെജിറ്റേറ്റീവ് പാർട്ട് എടുത്ത് നട്ട് പുതിയ ഒരു ചെടിയെ ഉൽപ്പാദിപ്പിച്ചാൽ ആ ചെടിക്ക് ഈ നല്ല ഗുണങ്ങളൊക്കെ കാണും, അല്ലേ? അതിന് നല്ല ഉൽപ്പാദന ശേഷി ഉണ്ടാകും, നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. അതായത് ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വിൽ ഹാവ് ദി സെയിം ക്യാരക്ടേഴ്സ് ഓഫ് ദെയർ പേരന്റ് പ്ലാന്റ്. പേരന്റ് പ്ലാന്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ചെടികൾക്കും ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ഇനിയും ചെടിയുടെ ഏതു ഭാഗമാണോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ദ പാർട്ട് ഓഫ് ദി പ്ലാന്റ് യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടിയുടെ ഏതു ഭാഗമാണോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. സ്റ്റെം ഉപയോഗിക്കാം, റൂട്ട് ഉപയോഗിക്കാം, ലീഫ് ഉപയോഗിക്കാം നമ്മൾ പറഞ്ഞു. ഇനിയും ഓരോ തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ട്. അതായത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ അതിനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് അതിനോരോ പേര് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് റണ്ണർ. ഈ റണ്ണർ എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, ആ ഗ്രൂപ്പിൽപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ കാണുന്നതാണ് ഓക്സാലിസ്. ഐസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് പൊട്ടറ്റോ. ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്തിൽ പിസ്റ്റിയയിലും ഒക്കെ കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് ഓഫ്സെറ്റ്. ബൾബ് ഓണിയനിലും ഗാർലിക്കിലും കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. റൈസോം ജിഞ്ചറിലും ബനാനയിലും ഒക്കെ കാണുന്നു. ബൾബിൽ അഗേവിൽ കാണുന്നു. ലീഫ് ബഡ്സ് ബ്രയോഫില്ലത്തിൽ കാണുന്നു. അപ്പം ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഈ താഴെയുള്ള ഡയഗ്രാംസ് നോക്കി ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. പൊട്ടറ്റോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോയുടെ സർഫസിൽ ചെറിയ ക്യാവിറ്റീസ് പോലെ കാണാം, അല്ലേ? ഈ ക്യാവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസ് ഓഫ് പൊട്ടറ്റോ. അവിടെ നിന്നാണ് ഈ ചെറിയ ഇലയും തണ്ടും കിളിച്ചു വരുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാകാം. അതാണ് അവിടുത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രീതി തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്, അല്ലേ? അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഭാഗമാണ്, അതിൽ നിന്നാണ് എന്ത് ഉണ്ടായി വരുന്നത്? ഈ ചെടി ഉണ്ടായി വരുന്നത്. അതുകൊണ്ടത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. രണ്ടാമത്തേത് റൈസോം ജിഞ്ചറിലെ പടം കാണിച്ചിട്ടുണ്ട്. അതും ഒരു ഇഞ്ചിയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഇഞ്ചി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്, അല്ലേ? ആ ഇഞ്ചിയിൽ നോക്കിയാലും ഇതേപോലെ അതിൽ നിന്നും എന്തുണ്ടായി വരും? ചെറിയ മുകുളങ്ങൾ പോലെ പുതിയ ചെടി അതിൽ നിന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ സ്റ്റെമ്മാണത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുമ്പോഴത് ഏത് പ്രൊപ്പഗേഷനാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. അഗേവ് പോലുള്ള ചെടികളിൽ വാഴയിലൊക്കെ അത് തന്നെയാണ്, അല്ലേ? സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പുതിയ ചെടി ഉണ്ടായത്. ഇനി ബ്രയോഫില്ലം എന്ന് പറയുന്ന ചെടിയിൽ ലീഫ് ബഡ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ചെടിയുടെ ഇലയിൽ നിന്ന് തന്നെ, ഇലയുടെ സൈഡിൽ നിന്ന് തന്നെ പുതിയ തൈ ഉണ്ടായി വരുന്ന രീതി. ഇനിയും ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിന്ത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ചെടിയാണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്,
അല്ലേ? ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ വളർച്ചയുടെ ഒരു രീതിയാണ് ഇവിടെ നോക്കിയാൽ അറിയാം. ആ ചെടി എങ്ങനെയാണത്? സ്റ്റെമ്മ് ഹൊറിസോണ്ടലായിട്ടാണ് വളരുന്നത് അല്ലേ? വെള്ളത്തിൽ വളരുന്നു, വെള്ളത്തിൻ്റെ സർഫസിന് പാരലായിട്ടാണ് സ്റ്റെമ്മ് വളരുന്നത്. എന്നിട്ടോ ഓരോ ബഡിൻ്റെ ഭാഗത്തു നിന്നും ഓരോ നോഡിൻ്റെ ഭാഗത്തു നിന്നും മുകളിലോട്ട് കുറച്ച് ലീഫ് ഉണ്ടാകുന്നു, താഴേക്ക് കുറച്ച് റൂട്ട് ഉണ്ടാകും. അടുത്ത നോഡ് വരുന്നു, ആ നോഡിൻ്റെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് കുറച്ച് ലീഫ് ഉണ്ടാകുന്നു, താഴേക്ക് റൂട്ട് ഉണ്ടാകും. ഇതെന്ത് ചെയ്യും? ഈ സ്റ്റെമ്മ് 4 വശത്തേക്കും വളരെ പെട്ടെന്ന് നീളം കൂടി അങ്ങ് വളർന്ന് ആ വാട്ടർ ബോഡി മുഴുവൻ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രീതി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അതിൻ്റെ സ്റ്റെം തന്നെയാണ്. അതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം ഇതുമായിട്ടനുബന്ധിച്ച് പറയുന്നു. ദി ടെറർ ഓഫ് ബംഗാൾ, വാട്ടർ ഹയാസിൻത്. വാട്ടർ ഹയാസിൻത് എന്ന് പറയുന്ന ചെടി ടെറർ ഓഫ് ബംഗാൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെടി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ രീതി നമ്മൾ പറഞ്ഞു അല്ലേ? വളരെ പെട്ടെന്ന് ആ വാട്ടർ ബോഡി മൊത്തം അങ്ങ് സ്പ്രെഡാവും. സ്പ്രെഡായിട്ട് ഇത് ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ മൊത്തം അങ്ങ് ഡ്രെയിൻ ചെയ്ത് അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ എന്ത് പറ്റും? വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെ ഫിഷസ് ഉൾപ്പെടെയുള്ള അക്വാറ്റിക് ഓർഗാനിസംസ് ചത്തുപോകുന്നതിന് കാരണം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പടർന്ന് വളരുന്ന ബോട്ട്, വള്ളം ഒക്കെ കൊണ്ടുപോകുന്നതിന് വളരെ പ്രശ്നമായിരിക്കും. വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലായിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇത് ബംഗാളിൽ വളരെ വ്യാപകമായിട്ട് പണ്ട് ഇത് വാട്ടർ ബോഡീസിലൊക്കെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഈ ടെറർ ഓഫ് ബംഗാൾ എന്നുള്ള പേര് ഇത് അറിയപ്പെടാൻ കഴിയും. നോക്കി, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻവേസീവ് വീഡ്. വീടെന്ന് പറഞ്ഞാൽ കളയാണ്. അപ്പോൾ ഏറ്റവും ഇൻവേസീവായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു വീടാണിത്. ദാറ്റ് ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം ദി സ്റ്റാൻഡിങ് വാട്ടർ. സ്റ്റാൻഡിങ് വാട്ടറിൽ നിന്ന് ഇത് ഓക്സിജൻ വലിച്ചെടുക്കുന്നു. വിച്ച് ലീഡ്സ് ടു ദി ഡെത്ത് ഓഫ് ഫിഷസ്. അതെന്തിന് കാരണമാകും? ഫിഷസിൻ്റെ ഡെത്തിന് കാരണമാകും. ഇറ്റ് ഡിവൈഡ്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ആൻഡ് സ്പ്രെഡ് വിതിൻ എ ഷോർട്ട് ടൈം. ഇത് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വളരെ പെട്ടെന്ന് ഇത് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്ത് ആ വാട്ടർ ബോഡി മുഴുവൻ നിറയും. ഓക്കെ, അപ്പോൾ അതാണ് ടെറർ ഓഫ് ബംഗാൾ. ഇനി നോക്കി, നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 2 പേരൻസ് ഉണ്ടാകും. ആദ്യത്തെ പേരൻ്റ് മെയിൽ പേരൻറ്റ്, അത് മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പേരൻ്റാണ് ഫീമെയിൽ പേരൻറ്റ്, അതിൽ നിന്ന് ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകുന്നു. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ടിന് കോശവിഭജനം നടന്ന് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടാകുന്നു. എംബ്രിയോയിൽ നിന്ന് പിന്നീട് പുതിയൊരു ജീവി ഉണ്ടാകുന്നു അല്ലേ? ഇതാണ് നോർമലായിട്ടുള്ള രീതി അല്ലേ? അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ടേമുകൾ ഇവിടെ പറയുന്നു. ഒന്ന് ഈസ്ട്രസ് സൈക്കിൾ, 2 മെൻസ്ട്രുവൽ സൈക്കിൾ. നോക്കിയേ, നമ്മൾ മാമൽസ് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. മാമൽസ് തന്നെ 2 തരമാണ്. നോൺ പ്രൈമേറ്റ് എന്നും പ്രൈമേറ്റ് എന്നും പറയും. പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ മാമലുകളിൽ മനുഷ്യനും ഏപ്സും മങ്കീസും മാത്രം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈമേറ്റ് മാമൽസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മാമൽസും ഏത് വിഭാഗത്തിൽപ്പെടും? നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടും. ശ്രദ്ധിച്ചേ, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയും. ഇപ്പം തൽക്കാലം ആ ടേം ഒന്ന് ഓർത്തിരിക്കുക. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്ലിക്കൽ ചേഞ്ചസ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ഇൻ നോൺ പ്രൈമേറ്റ് മാമൽസ്. നോട്ട്സിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾ സൈഡിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതുക. എന്താണ് എഴുതേണ്ടത്? സൈക്ലിക്കൽ, CYCLICAL, സൈക്ലിക്കൽ ചേഞ്ചസ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ഇൻ നോൺ പ്രൈമേറ്റ് mammals is called
ഈസ്ട്രസ് സൈക്കിൾ. വൺസ് മോർ, cyclical changes related to reproduction in non-primate mammals. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് നോൺ പ്രൈമേറ്റ് മാമലുകളിൽ നടക്കുന്ന ചാക്രികമായ മാറ്റങ്ങളെയാണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഈസ്ട്രസ് സൈക്കിളിന്റെ ഒരു സ്റ്റേജിലാണ് ഗാമീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി മെൻസ്ട്രൽ സൈക്കിൾ എന്തായിരിക്കും? cyclical changes related to reproduction in primate mammals. അതും എഴുതിയിടുക. menstrual cycle, cyclical changes related to reproduction in primate mammals. പ്രൈമേറ്റ് ആയിട്ടുള്ള മാമലുകളിൽ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ചാക്രികമായി നടക്കുന്ന മാറ്റങ്ങളെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെയും ഒരു ഘട്ടത്തിൽ എന്തുണ്ടാകുന്നു എന്ന് ഉദ്ദേശിച്ചോണം? ഗാമീറ്റ്. ഫീമെയിൽസിലാണ് നടക്കുന്നത്, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകും അല്ലേ? അപ്പോൾ നോൺ പ്രൈമേറ്റ് മാമൽസിൽ ഈസ്ട്രസ് സൈക്കിളിൻ്റെ ഒരു ഘട്ടത്തിൽ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകുമെങ്കിൽ പ്രൈമേറ്റ് മാമൽസിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഘട്ടത്തിൽ എന്തുണ്ടാകും? ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇനിയും ഈ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ജനറലി മൂന്നായിട്ട് തിരിക്കാം. ആദ്യത്തെ വിഭാഗം പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയും. രണ്ടാമത്തേത് പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്നാണോ? അല്ല, അത് പ്രീ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ്. ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന സ്റ്റേജ്. ദെൻ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തേത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജ്. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ, അതിന് മറ്റൊരു പേര് പറയും സിൻഗമി, ഗ്യാമീറ്റുകളുടെ ഫ്യൂഷൻ അല്ലേ? ഇപ്പോൾ ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ ആണ് എന്ത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയാം. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇനിയും ഗ്യാമീറ്റുകളുടെ സംയോജനം, അതാണ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് അപ്പോൾ എന്തായിരിക്കും? ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന കാര്യം. ഇനി നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് മുമ്പുള്ള കാര്യത്തിലോട്ട് നടന്നാൽ, ഫെർട്ടിലൈസേഷന് മുമ്പ് എന്തുവാ സംഭവിക്കുന്നത്? ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്നു അല്ലേ? ഇപ്പോൾ ഫെർട്ടിലൈസേഷന് മുമ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാകണം. ഇപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ പ്രധാനപ്പെട്ടത് ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഇങ്ങനെ ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും ഗാമിറ്റോജെനിസിസ്. സോ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ് ഈസ് കോൾഡ് ഗാമിറ്റോജെനിസിസ്. ഈ ഗാമീറ്റ്സ് തന്നെ ഹോമോഗാമീറ്റ്സ് ആകാം, ഹെട്രോഗാമീറ്റ്സ് ആകാം. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹോമോ മീൻസ് സിമിലർ, hetero means dissimilar. Okay, if the male and female gametes are similar, homogametes. If the male gametes and female gametes are morphologically different, ബാഹ്യഘടനയിൽ വ്യത്യസ്തമാണെങ്കിൽ heterogametes. So fusing gametes are morphologically similar. It is called homogametes or isogametes. ഫ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ബാഹ്യഘടനയിൽ ഒരേപോലെ ഉള്ളതാണെങ്കിൽ അതിനെ ഹോമോഗാമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമീറ്റ്സ് എന്ന് പറയും. ഹെട്രോഗാമീറ്റ്സോ ഫ്യൂസിങ് ഗാമീറ്റ്സ് ആർ മോർഫോളജിക്കലി ഡിഫറൻറ്റ്. ഫ്യൂസ് ചെയ്യുന്ന ഗാമീറ്റുകൾ ബാഹ്യഘടനയിൽ വ്യത്യസ്തമാണെങ്കിൽ, അതായത് ഒരു ഗാമീറ്റ്, സാധാരണ മെയിൽ ഗാമീറ്റ് ചെറുതായിരിക്കും, ഫീമെയിൽ ഗാമീറ്റ് വലുതായിരിക്കും. പിന്നെ ചിലപ്പോൾ അതിൻ്റെ സഞ്ചാരത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാകും. മെയിൽ ഗാമീറ്റ്സ് സഞ്ചാരത്തിനുള്ള കഴിവുണ്ടായിരിക്കും, ഫീമെയിൽ ഗാമീറ്റ് ഫിക്സഡ് ആയിരിക്കും, സഞ്ചരിക്കാനുള്ള കഴിവ് ഇല്ലാത്തതായിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഐസോഗാമീറ്റ്സ് ഓഫ് ക്ലാഡോഫോറ, കണ്ടോ? ഒന്ന് മെയിൽ ഗാമീറ്റും ഒന്ന് ഫീമെയിൽ ഗാമീറ്റുമാണ്, രണ്ടും ഒരേപോലെ. ഹെട്രോഗാമീറ്റ്സ് ഓഫ് യൂക്കസും പറയുന്നുണ്ട്, ഹെട്രോഗാമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്, മനുഷ്യൻ്റെയും പറയുന്നുണ്ട് അല്ലേ? അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂക്കസിൽ ആ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് മെയിൽ ഗാമീറ്റ്, റൗണ്ടിൽ വലുതായിട്ട് കാണിച്ചിരിക്കുന്നത് ഫീമെയിൽ ഗാമീറ്റ്സ്.
മനുഷ്യൻ്റെ കേസിൽ, ഹോമോസാപ്പിയൻസിൻ്റെ കേസിൽ നീളത്തിൽ കാണിച്ചിട്ടുള്ളത് സ്പേം അല്ലെങ്കിൽ മെയിൽ ഗ്യാമീറ്റ്, റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ്. ക്ലിയർ ആണല്ലോ? ഇനിയും മെയിൽ ഗ്യാമീറ്റിന് മറ്റൊരു പേരും കൂടെ പറയും, ആന്ത്രോസുവോയിഡ്. ചില കേസിൽ അങ്ങനെ പറയും. മെയിൽ ഗ്യാമീറ്റിന് മറ്റൊരു പേരാണ് ആന്ത്രോസുവോയിഡ്. സ്പേം എന്നും മെയിൽ ഗ്യാമീറ്റിന് പേരാണ്. ഫീമെയിൽ ഗ്യാമീറ്റിന് എഗ് എന്ന് പറയും, ഓവം എന്നും ഫീമെയിൽ ഗ്യാമീറ്റിന് പേരാണ്. ഓർത്തിരിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്. ഓൾറെഡി പറഞ്ഞു, ഈ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടാകുന്നതിന് ഹയർ ഓർഗാനിസംസിൽ ഏത് സെൽ ഡിവിഷനാണ് നടക്കുന്നത്? മിയോസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റും ഉണ്ടാകും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടാകും, അല്ലേ? ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകും. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനൊരു പ്രത്യേകതയും കൂടെ പറയുന്നു. ദിസ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഈസ് എ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് continuity of species between organisms of one generation and of the next. എന്താ? ഒരു ജനറേഷനും അടുത്ത ജനറേഷനും തമ്മിലുള്ള കണ്ടിന്യൂറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ, അതാണ് സൈഗോട്ട്, അല്ലേ? രണ്ട് തലമുറയുടെ ഇടയിൽ വരുന്നതാണ് സൈഗോട്ട്. അത്രയേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി പറയുന്നത് ചില ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ചില പ്രത്യേകതകളാണ്. ശ്രദ്ധിച്ചേ, യൂണിസെക്ഷൽ ഫ്ലവർ, അല്ലെങ്കിൽ അതിനൊരു പേര് പറയും സ്റ്റാമിനേറ്റ് ഫ്ലവർ. എന്താണ് ഈ യൂണിസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ? അവിടെയും അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ സൈഡിലോട്ടൊന്ന് എഴുതിയിടണം. യൂണിസെക്ഷൽ ഫ്ലവറിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എ ഫ്ലവർ വിത്ത് either male or female reproductive structures. ഒന്നുകൂടെ പറയാം, എഴുതിയിട്ടോണം. യൂണിസെക്ഷൽ ഫ്ലവർ, എ ഫ്ലവർ വിത്ത് either male or female reproductive structures. എന്താ അത്? ഒരു ഫ്ലവറിൽ ഒന്നുകിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനോ ഏതെങ്കിലും ഒന്ന് മാത്രം കാണുന്നുവെങ്കിൽ അത്തരം ഫ്ലവറിനെയാണ് എന്ത് പറയുന്നത്? യൂണിസെക്ഷൽ ഫ്ലവർ, അല്ലേ? അപ്പോൾ ഈ യൂണിസെക്ഷൽ ഫ്ലവർ മെയിൽ ഫ്ലവർ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ ആകാം, അല്ലേ? അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള യൂണിസെക്ഷൽ ഫ്ലവർ ആണ് മെയിൽ ഫ്ലവർ. അതിനെ മറ്റൊരു പേരിൽ വിളിക്കും സ്റ്റാമിനേറ്റ് ഫ്ലവർ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ യൂണിസെക്ഷലിന് സ്റ്റാമിനേറ്റ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഈസ് കോൾഡ് എ സ്റ്റാമിനേറ്റ് ഫ്ലവർ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമുള്ള ഒരു ഫ്ലവറിനെ നമ്മൾ എന്ത് പറയും? യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഓർ സ്റ്റാമിനേറ്റ് ഫ്ലവർ. ഇനിയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമുള്ള ഒരു ഫ്ലവറിനെ നമ്മൾ എന്ത് വിളിക്കും? യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ. അതിന് മറ്റൊരു പേര് പറയും പിസ്റ്റിലേറ്റ് ഫ്ലവർ. പിസ്റ്റിലേറ്റ് ഫ്ലവർ. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. യൂണിസെക്ഷൽ ക്ലിയർ ആയല്ലോ. ഇനിയും അടുത്ത ഒരു ടേമാണ് ബൈസെക്ഷൽ. അതിനകത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ സൈഡിലൊന്ന് എഴുതിയിടുക. ബൈസെക്ഷൽ ഫ്ലവർ, BISEXUAL, ബൈസെക്ഷൽ ഫ്ലവർ. അതിന്റെ ഡെഫിനിഷൻ: a flower with both male and female reproductive structures. A flower with both male and female reproductive structures. ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണുമ്പോൾ അതിനെ എന്ത് പറയും? ബൈസെക്ഷൽ ഫ്ലവർ. ക്ലിയർ ആയല്ലോ? ഇപ്പം യൂണിസെക്ഷൽ ഫ്ലവറും ബൈസെക്ഷൽ ഫ്ലവറും ഫ്ലവറിനെ പറ്റി പറയുന്ന കാര്യമാണ്. മെയിലോ ഫീമെയിലോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കാണുന്ന ഫ്ലവർ ഏതാണ്? യൂണിസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ ഫ്ലവർ സ്റ്റാമിനേറ്റ് ആകാം, അല്ലെങ്കിൽ മെയിലാകാം, പിസ്റ്റിലേറ്റ് ആകാം, അല്ലെങ്കിൽ ഫീമെയിൽ ആകാം. ക്ലിയർ ആയല്ലോ?
ഇനിയും രണ്ടാമത്തേതോ ബൈസെക്ഷൽ ഫ്ലവർ, ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒന്നിച്ച് കാണുകയാണെങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ എന്ത് പറയാം? ബൈസെക്ഷൽ ഫ്ലവർ. ഇനിയും ഇതേപോലെ തന്നെ ചെടിക്ക് ഒരു പേര് പറയും, അതാണ് മൊണേഷ്യസും ഡയേഷ്യസും. അത് ചെടിയെ പറ്റി പറയുന്നതാണ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കാണപ്പെടുന്നുവെങ്കിൽ അത്തരം ചെടികളെയാണ് എന്ത് പറയുന്നത്? മൊണേഷ്യസ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, കുക്കുർബിറ്റ കോക്കനട്ട് അല്ലേ. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവറും ഉണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട് എങ്കിൽ ആ ചെടിയെ വിളിക്കുന്ന പേരാണ് മൊണേഷ്യസ്. So what is a monoecious plant? Both male and female flowers are present in the same plant. Male and female reproductive organ ആണോ പറഞ്ഞത്? അല്ല, ഇത് ഫ്ലവറിന്റെ കാര്യമല്ല, ഒരു ചെടിയുടെ കാര്യമാണ്. ഒരു ചെടിയിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കാണുന്നെങ്കിൽ അത്തരം ചെടികളെ എന്ത് വിളിക്കും? മൊണേഷ്യസ് എന്ന് പറയും. ഡയേഷ്യസ് എന്തായിരിക്കും? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ സെപ്പറേറ്റ് പ്ലാന്റ്സ്. മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് വ്യത്യസ്ത ചെടികളിലാണ് കാണുന്നതെങ്കിൽ അത്തരം ചെടികൾ ഡയേഷ്യസ് എന്ന് പറയും. ഡേറ്റ് പാം ഒരു ഉദാഹരണമാണ്. അപ്പോൾ മൊണേഷ്യസും ഡയേഷ്യസും ചെടിയെ പറ്റി പറയുന്നതാണ്. ഒരു ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ മൊണേഷ്യസ് ആണ് ചെടിയെന്നും, ഒരു ചെടിയിൽ അങ്ങനെയില്ല, ഒരു ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ മൊണേഷ്യസ്. ഇനിയും ഒരു ചെടിയിൽ ഒന്നുകിൽ മെയിൽ ഫ്ലവറോ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവറോ ഏതെങ്കിലും ഉള്ളെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡയേഷ്യസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഡയേഷ്യസ് ആയിട്ടുള്ള ചെടിയുടെ കേസിൽ ഒരു ചെടി തന്നെ മെയിൽ ചെടിയായിരിക്കും, മറ്റൊരു ചെടിയായിരിക്കും ഫീമെയിൽ ചെടി അല്ലേ. മെയിൽ ഫ്ലവർ ഉള്ള ചെടി മെയിൽ ചെടി, ഫീമെയിൽ ഫ്ലവർ ഉള്ള ചെടി ഫീമെയിൽ ചെടി, അങ്ങനെയായിരിക്കും ഡയേഷ്യസ്. മൊണേഷ്യസ് നമുക്ക് അങ്ങനെ മെയിൽ ചെടിയെന്നും ഫീമെയിൽ ചെടിയെന്നും വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അതിൽ മെയിൽ ഫ്ലവറും ഉണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, യൂണിസെക്ഷലും ബൈസെക്ഷലും ഫ്ലവറിനെ പറ്റി പറയുമ്പോൾ മൊണേഷ്യസും ഡയേഷ്യസും ചെടിയെ പറ്റിയാണ് പറയുന്നത്, ഓർത്തിരിക്കും. ക്ലിയർ? ഇനിയും നമ്മൾ അടുത്ത ഈവൻറ്റിലേക്ക് പോവുകയാണ്, ഫെർട്ടിലൈസേഷൻ അല്ലേ. ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ എന്താണെന്നുള്ളത്, ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്കറിയാമല്ലോ. ഫെർട്ടിലൈസേഷൻ എന്താ? ഇവിടെ അടുത്ത പേജിൽ സിൻഗമി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം അല്ലേ. അടുത്ത പേജിൽ സിൻഗമി, ഫെർട്ടിലൈസേഷൻ്റെ മറ്റൊരു പേരാണ് സിൻഗമി. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യവും ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ നടക്കുന്നില്ല. ഇനിയും ഈ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമി തന്നെ രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പേജിൽ തന്നെ പറയുന്നത് അല്ലേ, സിമ്പിളാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് occur outside the body of the organism. ജീവിയുടെ ശരീരത്തിന് പുറത്താണ് ഗാമീറ്റുകളുടെ ഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഫ്രോഗിലൊക്കെ അങ്ങനെയാണ് അല്ലേ, ഫ്രോഗിലൊക്കെ. അപ്പോൾ അവിടെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും വെള്ളത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുക ചെയ്യുക. വെള്ളത്തിൽ വെച്ചിട്ടാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും യോജിക്കുന്നത്. അതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, സിൻഗമി ഒക്കേഴ്സ് ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗനിസം. ജീവിയുടെ ശരീരത്തിനുള്ളിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഇതിലേതാ മെച്ചം, എന്താണ് ദോഷം? ക്ലിയർ ആണല്ലേ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് മെച്ചം. കാരണം എന്താ? അവിടെ ഉണ്ടായി വരുന്ന പുതിയ ജീവിക്ക് പൂർണ്ണമായും അമ്മയുടെ വയറ്റിൽ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ. അതേസമയം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആകുമ്പോഴോ അവിടെ ഫെർട്ടിലൈസേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്?
ജീവിയുടെ ശരീരത്തിന് പുറത്ത് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ പിടിച്ചു തിന്നാൻ വരുന്ന ജീവികൾ പ്രിഡേറ്റേഴ്സ്. ഈ പ്രിഡേറ്റേഴ്സിന് എളുപ്പം ഇതിനെ പിടിച്ചു തിന്നാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഒരു സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വൾണറബിൾ ടു ദി പ്രിഡേറ്റേഴ്സ്. പ്രിഡേറ്റേഴ്സിന് കൂടുതൽ വൾണറബിളാണ്, എളുപ്പം പ്രിഡേറ്റേഴ്സിന് പോയി പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഓർത്തോണം എപ്പോഴും. ഓൾവേസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് അഡ്വാൻറ്റേജസ് ദാൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി മറ്റൊരു ടേം അതേപോലെ പറയുന്നു, ഒവിപാരസും വിവിപാരസും. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ജീവികൾ, എഗ് ലേയിങ് മാമൽസ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ്, അതായത് പ്രസവിക്കുന്ന തരം ജീവികളെയാണ് എന്ത് പറയുന്നത്, വിവിപാരസ് ആനിമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ മാമൽസും, മിക്കവാറും എല്ലാ മാമൽസും വിവിപാരസ് ആണ്. മുട്ടയിടുന്ന മാമൽ ഉണ്ടല്ലേ? ഇനിയും ബേർഡ്സ് ഒവിപാരസ്. അപ്പോൾ ഒവിപാരിയാണോ വിവിപാരിയാണോ കൂടുതൽ ബെറ്റർ? തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും, വിവിപാരി. കാരണം എന്താ, അവിടെ പ്രസവിക്കുന്ന തരം ജീവികളെന്ന് പറയുമ്പോൾ അമ്മയുടെ കെയറും അമ്മയുടെ പ്രൊട്ടക്ഷനും കൂടുതൽ കിട്ടും. ഒവിപാരി ആകുമ്പോൾ മുട്ട ഉൾപ്പെടെ അല്ലേ വൾണറബിളാണ് പ്രിഡേറ്റേഴ്സ് അല്ലേ? കോഴി ഉൾപ്പെടെയുള്ള ബേർഡ്സിൻ്റെയൊക്കെ താറാവിൻ്റെയൊക്കെ മുട്ട നമ്മൾ അടിച്ചു മാറ്റി തിന്നുന്നില്ലേ? ശരിക്കും അതൊക്കെ ഒരു കുഞ്ഞായി മാറേണ്ടതല്ലേ? അല്ലേടോ? അപ്പോൾ അതൊക്കെ അമ്മയുടെ ശരീരത്തിനുള്ളിലായിരുന്നുവെങ്കിൽ നമുക്ക് ആ മുട്ട ഉപയോഗിക്കാൻ പറ്റില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അപ്പോൾ കൂടുതലും മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഓർത്തോണം, വിവി പാരസ് കണ്ടീഷനാണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട്. ഇവിടെ പറയുന്നുണ്ട് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഒവിപാരസ് ആനിമൽസ്, ദി ഓഫ് സ്പ്രിങ്സ് ആർ വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? പ്രിഡേറ്റേഴ്സിന് പെട്ടെന്ന് വന്ന് പിടിച്ച് കഴിക്കും. ആരാ? ഒവിപാരസ് ആയിട്ടുള്ളതാണ്. ഇനിയും ഇങ്ങനെ താഴെ ആ പേജിൽ പറയുന്നുണ്ട് അഡ്വാൻറ്റേജസ് ഓഫ് വിവിപാരസ് ആനിമൽസ്. കണ്ടോ, അഡ്വാൻറ്റേജസ് ഓഫ് വിവിപാരസ് ആനിമൽസ് എന്ന് കിടക്കുന്നുണ്ടല്ലോ. അവിടെ എന്താ പറയുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് വിവിപാരസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അവിടെ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ the chances of survival of young ones is greater in viviparous organisms. ഒന്നുകൂടെ പറയാം, because of proper embryonic care and protection the chances of survival of young ones is greater in viviparous animals. അതായത് എംബ്രിയോയ്ക്ക് നല്ല കെയർ കിട്ടും, എംബ്രിയോയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ വിവിപാരസ് ആനിമൽസിന് ഒവിപാരസ് ആനിമൽസിനെ അപേക്ഷിച്ച് യങ് വൺസ് സർവൈവ് ചെയ്യുവാനുള്ള, അതായത് നശിച്ചു പോകാതെ ചത്തുപോകാതെ ജീവിക്കാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഏതിലാ? വിവിപാരസ് ആനിമൽസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യത്തിലും കൂടി പോയിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്താം. അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. എന്താണ് ഫെർട്ടിലൈസേഷന് ശേഷം? ഇപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതാണ് ഫെർട്ടിലൈസേഷൻ. ഇനിയും ഈ സൈഗോട്ടിന് ശേഷം സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആകുന്നതും ആ എംബ്രിയോയിൽ നിന്ന് പുതിയ ജീവി ഉണ്ടാകുന്നതുമൊക്കെയാണ് എംബ്രിയോ ജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് തന്നെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ എംബ്രിയോജെനിസിസ് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഈസ് കോൾഡ് എംബ്രിയോജെനിസിസ്. എവിടുന്ന എംബ്രിയോ ഉണ്ടാകുന്നത്? സൈഗോട്ടിൽ നിന്ന്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടി, പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പാർത്തനോജെനിസിസും പാർത്തനോകാർപ്പി. പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞാൽ ചില ജീവികളിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഗാമെറ്റിക് ഫ്യൂഷൻ നടക്കാതെ തന്നെ ഫീമെയിൽ ഗാമീറ്റ് വളർന്നൊരു പുതിയ ജീവിയായിട്ട് അങ്ങ് മാറും. ക്ലിയർ ആയോ?
ഫെർട്ടിലൈസേഷൻ നടന്നാണ് സാധാരണ ഫീമെയിൽ ഗാമീറ്റിനോട് കൂടെ മെയിൽ ഗാമീറ്റ് ചേർന്ന് ആണ് സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ടിൽ നിന്നാണ് പുതിയ ജീവി ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗാമീറ്റ് ഡയറക്റ്റ് ആയിട്ട് വളർന്ന് ഒരു ജീവിയായിട്ട് മാറും. അപ്പോൾ ആ ഉണ്ടാകുന്ന ജീവി ആ ഫീമെയിൽ പേരൻറ്റിന് 100% ഒരേപോലെ ആയിരിക്കും അല്ലേ. വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. അവിടെ 2 പേരൻ്റ് ഉണ്ടോ? ഇല്ല, ഒറ്റ പേരൻ്റ് ഉള്ളൂ അല്ലേ, ഫീമെയിൽ പേരൻ്റ് മാത്രം. So what is parthenogenesis? Female gamete develops into an adult organism without fertilization. ഹണിബീസിലും ചില ലിസാഡ്സിലും, പല്ലിവർഗത്തിൽപ്പെട്ട ചില ലിസാഡ്സിനും ബേർഡ്സിലും ചില ബേർഡ്സിലും ഒക്കെ പാർത്തനോജെനിസിസ് നടക്കുന്നുണ്ട്. ഇനി എന്താണ് പാർത്തനോകാർപ്പി? നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി and such fruits are always seedless. ഓർത്തിരിക്കുക, സീഡ് എപ്പോഴും എങ്ങനെ ഉണ്ടാകത്തുള്ളൂ? ഫെർട്ടിലൈസേഷന് ശേഷം മാത്രമേ സീഡ് ഉണ്ടാവൂ. യൂണിവേഴ്സലി അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില ചെടികളിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി എന്തായിട്ട് അങ്ങ് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ അത്തരം ഫ്രൂട്ടുകളിൽ സീഡ് ഉണ്ടായിരിക്കത്തില്ല. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ കൂടാതെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ അത്തരം ഫ്രൂട്ട്സ് സീഡ്ലെസ് ആയിരിക്കും അല്ലേ. ആ ഫ്രൂട്ടിനെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. ആ പ്രോസസ്സിനെ പാർത്തനോകാർപ്പി എന്ന് പറയും. ബനാനയിൽ നാച്ചുറലായിട്ട് പാർത്തനോകാർപ്പി ഉള്ള ഒരു ചെടിയാണ് ബനാന എന്ന് പറയുന്നത്. അതല്ലാതെ ചെടികളിൽ നമുക്ക് ചില ഹോർമോണുകൾ, ചെടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന കെമിക്കൽസിനെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഹോർമോണുകൾ അപ്ലൈ ചെയ്താൽ, ഉദാഹരണത്തിന് ഓക്സിൻസ്, ജിബർലിൻസ് തുടങ്ങിയ ഹോർമോണുകൾ കെമിക്കൽസ് ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്ത് സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പം നോർമലി തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് സീഡ് ഉണ്ടാകുന്ന ചെടികളിൽ ചിലതിൽ നമ്മൾ ഈ ഓക്സിൻസും ജിബർലിൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് സംഭവിക്കും? അതിൽ ഫ്രൂട്ട്സ് ഫെർട്ടിലൈസേഷൻ കൂടാതെ തന്നെ അങ്ങ് ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതെന്താവും? സീഡ്ലെസ് ആവും അല്ലേ. സീഡ്ലെസ് വെറൈറ്റീസിനൊക്കെ ഭയങ്കര വില. മുന്തിരിങ്ങയുടെ ഒക്കെ, ഓറഞ്ച് മുന്തിരിയുടെയൊക്കെ സീഡ്ലെസ് വെറൈറ്റീസ് ഈ രീതിയിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് കൂടുതൽ വിലയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത് എല്ലാവരും നോട്ട്സ് വെച്ചിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, സമയം കളയാതെ ഇത് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കും. ഓക്കെ, താങ്ക് യു.